എന്നിട്ട് മതിലിന്റെ പുറത്തുകൂടി ചാടി പറമ്പിലേക്ക് ഒരു ഒറ്റ ഓട്ടം. അവിടെ മൊത്തം അങ്ങനെ മണപ്പിച്ച് നടന്നു. എന്നിട്ട് ജനലിൽ കൂടി നാരദന്റെ വീട്ടിലേക്ക് ഒരൊറ്റ ചാട്ടമല്ലേ. അവിടെ മൊത്തം ഇങ്ങനെ മണപ്പിച്ച് നടന്നിട്ട് നേരെ ഒരൊറ്റ ഓട്ടം എങ്ങോട്ട്? കിണറ്റിൻ കരയിലേക്ക്. എന്നിട്ട് അവിടെ അങ്ങനെ മണപ്പിച്ച് നടക്കുമ്പോഴുണ്ട് അതാ വരുന്നു ഒരു പെൺപട്ടി. എന്നിട്ടെന്താ, അവൻ അതിന്റെ പിറവെ അങ്ങ് പോയി. വർഗ ഗുണം. പോലീസായാലും പട്ടി തന്നെ. ഞാൻ അങ്ങോട്ട് വിളിക്കാം. എന്റെ പൊന്ന് സാറേ, ഭയങ്കര ആൾക്കൂട്ടം, ഭയങ്കര നാറ്റം. ആദ്യം പറയാതെ കാര്യം എന്താണെന്ന് പറ. എന്റെ പൊന്നകത്തെ തലയില്ലാത്തൊരു മൃതദേഹം ദേ ആ കായലോരത്ത് വന്ന് അടിഞ്ഞിരിക്കുന്നു. ആണോ പെണ്ണോ? ഇവനാരടാ തലയില്ലാതെ അങ്ങനെ ആണോ പെണ്ണോ തിരിച്ചറിയുന്നേ? നമ്മുടെ ആ കാതല് തന്നെയാണോ? അകത്തെ അവന്റെ സ്വന്തം തന്ത കണ്ടാ പോലും തിരിച്ചറിയത്തില്ല. സാറേ, കണ്ടവരൊക്കെ പറയുന്ന ആ കാതൽ തന്നെയാന്നാ. എന്നിട്ട് താൻ അതും കണ്ടോണ്ട് ഇങ്ങ് പോരുകയും ചെയ്തു. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ വഴിയെടുത്ത ശവത്തിന് ഫിറ്റ് ചെയ്ത് കൊടുക്കേ. ഇടോ, തനിക്ക് ബുദ്ധി ഉണ്ടോടോ? വല്ല കമ്പോ തടിയോ വെച്ച് അതങ്ങ് തള്ളി വിട്ടിരുന്നെങ്കിൽ അതൊഴികെ അടുത്ത സ്റ്റേഷൻ അതിർത്തി ചെന്ന് പെടും. നമ്മുടെ ശല്യവും തീരും. അവന്മാരുടെ പെടലിക്ക് ഇരിക്കുകയും ചെയ്യുകയായിരുന്നു. ഇതാ തല, ഇതാ ശവത്തിന്റെ തലയല്ല. ഇപ്പൊ തന്നെ അദ്ദേഹം പാഞ്ഞെത്തും. നമ്മളെല്ലാം കൂടെ കൊണ്ടുപോവുകയും ചെയ്യും. എന്തൊരു നാറ്റം, മൂക്കിന്റെ ഫ്രിഡ്ജ് പൊട്ടിപ്പോയി. ഇടോ, നാറ്റം എങ്ങനെയും സഹിക്കാൻ. കൈനഷ്ടം ആര് വഹിക്കും? കൈനഷ്ടം. ശവം വലിച്ചു കയറ്റാൻ കയറ് വേണോ? വേണം. അതിന് പണം വേണ്ടേ? വേണം. ശവം കിടത്താൻ പരമ്പ് വേണോ? വേണം. അതിന് പണം വേണ്ടേ? വേണം. പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകാൻ കൈവണ്ടി വേണ്ടേ? അത് വലിക്കാൻ ആള് വേണ്ടേ? വേണം. ഈ വക നഷ്ടമല്ല ആര് വഹിക്കും? അതിന് സ്റ്റേഷന് ഫണ്ടില്ലേ സാറേ? ഫണ്ടുണ്ട്. പണ്ടുള്ളത് 12 രൂപ 8 അണ. മൗണ്ട് ബാറ്റന്റെ ചെറുപ്പകാലത്ത് എഴുതി വെച്ചത്. നീ ഞങ്ങളെ രക്ഷിച്ചു. ഹൃദയം കിട്ടി, തൊണ്ടയും കിട്ടി. ആ ശവം കിടക്കുന്നിടത്ത് ആര് പോയി? സാറ് വരാൻ വേണ്ടി കാത്തിരിക്കുക. ഇവൻ കൊലപ്പുള്ളിയാണ്, പ്രത്യേകം ശ്രദ്ധിച്ചോളണം. ചിലപ്പോ പോളിഗ്രാഫ് ടെസ്റ്റിന് ഇവനെ ഡൽഹി കൊണ്ടുപോകേണ്ടി വരും. എന്തിനാ സാറേ ഇവനെ ഡൽഹിയിലൊക്കെ കൊണ്ടുപോകുന്നത്? ഇവനെ കൊണ്ട് ഇതും ഈ അതിർത്തിയിൽ തെളിയാനുള്ള എല്ലാ കേസും ഞാൻ തെളിയിപ്പിച്ചു തരാം. വേണ്ട, താൻ അതിസാമർത്ഥ്യം ഒന്നും കാണിക്കണ്ട. ഞാൻ പറയുന്ന പോലെ അനുസരിച്ചാ മതി. എന്താ ചെയ്? സാർ, സാർ, ശരി സാർ, എവിടെ വന്നേക്കാം. ലോകപ്പിലാക്കി ദേഹോദ്രവൊന്നും ഏൽപ്പിക്കരുത്. ഞാൻ കമ്മീഷൻ ഓഫീസറെ പോയിട്ട് വന്നേക്കാം. ബലം പിടിക്കാൻ സാറേ, ദേഹോദ്രം ഏൽപ്പിക്കരുത് പറഞ്ഞല്ലേ സാർ അങ്ങോട്ട് പോയത്? താൻ പോടോ, എനിക്കൊരു പ്രൊമോഷൻ കിട്ടുന്ന കേസായത്. പ്രൊമോഷൻ എനിക്ക് ഒന്ന് നോക്കട്ടെ. ഇങ്ങോട്ട് വിട്, ഒന്ന് SI ആവണം. നിന്റെ നാരായണനെ അവന്റെ കാമുകി ഇപ്പൊ കൊണ്ടുവരും കേട്ടോ. നിന്നെ ഉരുട്ടണോ അതോ ഗരുഡം പറപ്പിക്കണോ? അയ്യോ, രണ്ടും വേണ്ട. എന്നാ സത്യം പറ, കാതലിനെ കൊന്ന കത്തി എവിടെ? എനിക്കറിയില്ല, ഞാൻ കൊന്നിട്ടില്ല. എടാ, അറിയത്തില്ലെങ്കിലും അവൻ ഏറ്റേരടാ. ഞാൻ കള്ളം പറയില്ല. ചവിട്ടി എല്ലാം അടിക്കണ്ടെങ്കിൽ മര്യാദക്ക് സത്യം പറഞ്ഞു പറയടാ. നീ ഏൽക്കില്ല അല്ലേ? ചെയ്യാത്ത കുറ്റം ഞാൻ എങ്ങനെ സമ്മതിക്കും? എടാ, നീ ഏറ്റാൽ ഇപ്പൊ എനിക്കൊരു പ്രൊമോഷനാ. നിന്നെ രക്ഷിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എനിക്കറിയില്ല. ഉരുട്ടവനെ. ഇനി നാളെ ഇനി ഇടിച്ച ഇവൻ ചത്തുപോവും. വൈകുണ്ഠനാഥ ഭഗവാനെ, ഇത്ര ക്രൂരമായ പരീക്ഷണത്തിന് തക്ക യാതൊരു തെറ്റും അടിയൻ ചെയ്തിട്ടില്ല. അടിയൊന്നൊരു കൊലപ്പുള്ളിയായി. മനസാ വാചാ കർമ്മണ അടിയൻ ചെയ്യാത്ത കുറ്റങ്ങൾ ഈ കാപാലികർ എന്നെ ഇടിച്ചേൽപ്പിക്കും. ഭഗവാനെ, ഗുരുവായൂരപ്പ. എന്നെ വിളിച്ചോ? നീ ഏതാണ് ഉണ്ണി? ഞാൻ ഉണ്ണി തന്നെ. ഉണ്ണി എങ്ങനെ അകത്ത് കിടന്നു? എന്റെ തറവാടിന്റെ ഇത്. കുട്ടിക്കളിക്ക് കണ്ട സമയം. ഞാൻ സത്യമേ പറഞ്ഞുള്ളൂ. വൈകുണ്ഠനാഥ ഭഗവാനെ, മാപ്പ് മാപ്പ്. നാരദരെ, നാം തിരിച്ചെടുത്ത ദൈവീയ ശക്തിയും സിദ്ധിയും
നാം ഇതാ തിരിച്ചു നൽകുന്നു. ഭഗവാനെ, അവിടുന്ന് തിരിച്ചു പോകുമ്പോ അടിയനെ കൂടെ കൊണ്ടുപോകണം. മഹർഷേ, കർമ്മകാന്ഡം പൂർത്തിയാകാതെ തിരിച്ചു പോകുന്നത് കൃത്യവിലോപമാണ്. നാളെ നേരെ പുലരുമ്പോ ഇവരെന്നെ ഇഞ്ചിഞ്ചായി കൊല്ലും. സത്യം ജയിക്കും നാരദൻ. ഇനി നാരദരെ ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. നാരായണ, ഇതേ നാരായണ. ആരടാ ഔസപ്പേ, അപ്പുക്കുട്ടാ, സാറാമേ. അയ്യോ സാറേ, എന്ത് പറ്റി? ആരാടോ ലോക്കപ്പിൽ സംസാരിച്ചത്? സംസാരിച്ചോ? അതിലൊന്നും ആരുമില്ല സാറേ. ആ നാരദം മാത്രം കിടന്ന് ചുരുണ്ടുകൂടി കിടന്ന് ഉറങ്ങുക. ഉറക്കത്തിൽ സ്വപ്നം കണ്ടായിരിക്കും വല്ലവരും സംസാരിക്കുന്നത്. ആ സാർ ഇന്നലെ കഴിച്ച സാധനത്തിന്റെ എഫക്റ്റാ. നീ വന്നേടാ. ആരാടാ ഇവിടെ സംസാരിച്ചത്? ആ, ഞാൻ ഉറങ്ങാൻ പോയ തക്കൻ നോക്കി നീ ലോക്കപ്പ് ചെയ്യാൻ ശ്രമിച്ചു അല്ലേ? റാസ്കൽ, നിന്നെ ഞാൻ... അയ്യോ, എന്തുവാടാ ഇത്? ചാത്തനോ? ആൾമാരാട്ടോ? അതോ കുട്ടിച്ചാത്തനോ? അയ്യോ, എന്റെ കൈയൊടിഞ്ഞേ. കമ്മീഷൻ ഓഫീസിൽ പോയിരിക്കും. പറഞ്ഞില്ലേ? ഇംഗ്ലീഷിൽ പറഞ്ഞുകൊണ്ടായിരിക്കും മനസ്സിലാക്കാൻ പറ്റാഞ്ഞത്. ഹെഡ് കോൺസ്റ്റബിൾ കുട്ടമ്പിള്ള എവിടെ? കുട്ടമ്പിള്ള, കുട്ടമ്പിള്ള, സാർ കുട്ടമ്പിള്ള കൈക്ക് സുഖമില്ലാതെ കിടപ്പിലാണ് സാർ. നാരദിനെ വിളിയുണ്ട് സാർ. ഇവിടെയുണ്ട്. നിങ്ങൾ പോയി നാരദിനെ വിളിച്ചോണ്ട് വാ. വിളിച്ചോണ്ട് വാ. പോളിഗ്രാഫ് ടെസ്റ്റിന് വേണ്ടി ഡൽഹിയിലേക്ക് കൊണ്ടുപോകണം. എന്തോ? വിളിക്കാനല്ലേ പറഞ്ഞത്? നാരദിനെ എടുത്തുകൊണ്ട് വരാൻ. വിളിച്ചോണ്ട് വരാം. നാരദ, നാരദേട്ടാ, വാടോ ഇങ്ങോട്ട്. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. സാർ, നമുക്ക് ഇവിടെ തന്നെ തെളിയിപ്പിക്കാമായി. യഥാർത്ഥ പ്രതിയെ കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നവനെ പ്രതിയാക്കാനാണോ സർക്കാർ എനിക്ക് ശമ്പളം തരുന്നത്? കീഴ്വഴക്കം അങ്ങനെ ആയിരുന്നു. ഉത്തരവ്. അയ്യോ, തന്റെ കൈക്ക് എന്ത് പറ്റിയോ? നാരദനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോ പറ്റിയതാണ് സാർ. ഓഹോ, അങ്ങോട്ട് പറയ. ഷർട്ട് എടുത്തോ. വേഗം വന്നാട്ടെ. ഈ സൈക്കിൾ എടുക്കാനല്ല. എനിക്ക് ഇതിലറിയില്ല നാരായണൻ. ഇതിനെ ചവിട്ടിയാ മതിയൊന്നു. കൈകാലും വയ്യായിരുന്നാലും ഫോണിനൊരു കുറവുമില്ല. ഹലോ, SI കുട്ടമ്പിള്ള സ്പീക്കിംഗ്. കമ്മീഷൻ അദ്ദേഹമാണോ? ആ, നാരദനെ കൊണ്ടുപോയി സാർ. അങ്ങ് എത്തിയില്ലേ? ഫയർ സ്റ്റേഷനിലേക്ക് ഒന്ന് ഫോൺ ചെയ്യും. അതിനിടയ്ക്ക് എവിടെ സാറേ തീപിടുത്തോ? എന്റെ തല പുകയുന്നതാ. കമ്മീഷൻ അദ്ദേഹമാണ് വിളിച്ചത്. ഇപ്പൊ വന്നത് പോലീസ് ഓഫീസേഴ്സ് അല്ലത്. അവരുടെ ആളുകൾ ആരെങ്കിലും ആയിരിക്കും. അയ്യോ, ചതിച്ചോ ദൈവമേ. അപ്പൊ നമുക്ക് സസ്പെൻഷനോ പ്രൊമോഷനോ? ആ, രണ്ടും കൂടിയാണ്. മിക്കവാറും രണ്ടും കൂടി ഒന്നിച്ചായിരിക്കും. ഔസപ്പേ, വിളിക്കുന്നതാ. എന്തോ കൂട്ടാ വിളിക്കുന്നതാ. എന്തോ സാറാമേ, അവരെങ്ങനെങ്കിലും ഒന്ന് ഓടിച്ചിട്ട് പിടിക്ക്. എനിക്ക് കൈയും കാലും വയ്യ. ഓടാ സാറ് പോകുമ്പോ ഞങ്ങൾ എങ്ങനെയെങ്കിലും പിടിച്ചോളാം. അയ്യോ, എവിടെ പോയടാ? എങ്ങോട്ട് പോയോമാര്? എവിടെ സൈക്കിൾ? എവിടെ 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 വേല? എവിടെ ഞാനുണ്ട്. എന്നെ എടുക്കടാ. അത് നിന്ന ഓടത്തില്ല, ഓടിയാ നിൽക്കത്തില്ല. അപ്പഴേ ഫ്ലൈറ്റ് പോകുന്ന സമയമായി എല്ലാരും ബസ് സ്റ്റാൻഡിലേക്ക് പുറപ്പെട്ടോ കേട്ടോ. എയർപോർട്ടിൽ നോക്കണം, ഷിപ്പിൽ നോക്കണം, സകല സ്ഥലത്തും നോക്കണം. മുന്നോട്ട് ഓടാ. അങ്ങോട്ട് ഓടെ ഓട്.